ഓക്കെ ഗൈസ്, അപ്പം എൻ്റെ അഭിപ്രായത്തിൽ IQOO എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോൺ ബ്രാൻഡ് അത്യാവശ്യം നല്ല രീതിയിലാണ് അവരുടെ സ്മാർട്ട് ഫോണുകൾ ലോഞ്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ പുറത്തിറക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിലാണ്. അതായത് അവരുടെ ക്വാളിറ്റി ആയിക്കോട്ടെ, അതായത് പെർഫോമൻസ് സൈഡ് ആയിക്കോട്ടെ, അതായത് ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, പിന്നെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ക്യാമറ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ക്യാമറ ക്വാളിറ്റി ആയിക്കോട്ടെ, ഇതെല്ലാം IQOOൻ്റെ സൈഡിൽ നിന്നുള്ളത് അത്യാവശ്യം നല്ല രീതിയിലാണ്, അല്ലെങ്കിൽ നല്ലൊരു മികച്ച ഒരു എക്സ്പീരിയൻസ് നമുക്ക് IQOOൻ്റെ സ്മാർട്ട് ഫോണുകളിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം വെച്ചാൽ ഞാൻ യൂസ് ചെയ്യുന്ന IQOOU5 എന്ന് പറയുന്ന ഒരു മോഡലാണ്. എൻ്റെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നതൊക്കെ ആ ഒരു മൊബൈലിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്നെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ അറിയാൻ പറ്റും, ഞാൻ ഇതിനകത്ത് കളർ ഗ്രേഡിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യണില്ല. ഞാൻ ജസ്റ്റ് എഡിറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്, അല്ലാണ്ട് കളർ കാര്യങ്ങളൊന്നും ഈ ഒരു ഫുട്ടേജിൽ ആഡ് ചെയ്യാനൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും അതിൻ്റെ ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും നല്ല രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് എനിക്ക് ആ ഒരു സ്മാർട്ട് ഫോണിൽ നിന്നിട്ടുണ്ട്. അപ്പം ഇതൊന്നുമല്ല നമ്മുടെ ടോപ്പിക്ക്. അതായത് IQOO അവരുടെ ഏറ്റവും പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് IQOOU5 എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. IQOOU5 5G എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു മോഡൽ നെയിം വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിരിക്കും നോക്കാൻ പോകുന്നത്. ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ സ്പെസിഫിക്കേഷൻ നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ ക്യാമറ സെറ്റപ്പ് കാര്യങ്ങൾ, പിന്നെ പെർഫോമൻസ് സൈഡ്, പിന്നുള്ളതെന്ന് പറയുന്നത് ഈ ഒരു വീഡിയോയുടെ അവസാനം എൻ്റെ അഭിപ്രായം ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതെൻ്റെ ഒരു അഭിപ്രായം മാത്രമായിരിക്കും. അപ്പോൾ ഏതായാലും നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ് നോക്കാൻ പോകുന്നത്. ഇതൊരു IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്, AMOLED ഡിസ്പ്ലേ അല്ല. അതുപോലെ ഇതിൻ്റെ സ്ക്രീൻ സൈസ് വരുന്നത് 6.58 ഒരു സ്ക്രീൻ സൈസ് ആയിരിക്കും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. റിഫ്രഷ് റേറ്റ് വരുന്നത് 120 Hz റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഇതിൻ്റെ സ്ക്രീൻ റെസൊല്യൂഷൻ ആണ്. അതായത് ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത് 1080x2408 എന്ന് പറയുന്ന റെസൊല്യൂഷനാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ സൈഡിലായിരിക്കും ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഡിസ്പ്ലേയുടെ കാര്യം നോക്കാനുള്ളത്. ഡിസ്പ്ലേയുടെ കൂടെ ഞാൻ ആ ഫിംഗർ പ്രിൻറ്റിൻ്റെ കാര്യം കൂടെ ഉൾപ്പെടുത്തിയെന്നുള്ളൂ. അതുപോലെ നമ്മൾ ഇതിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു ഗ്ലാസ് ബിൽഡായിരിക്കും വരുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ നോക്കിയ സമയത്ത് എനിക്ക് അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം വെച്ചാൽ ആ ഒരു ഇമേജിലൊക്കെ നോക്കുമ്പോൾ ഒരു ഗ്ലോസി ലുക്കൊക്കെ വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഗ്ലാസ് ലുക്കായിരിക്കും എന്ന് പറഞ്ഞത്. എനിക്ക് ഉറപ്പല്ല അത് ഗ്ലാസ് ലുക്കാണ് വരുന്നത് എന്നുള്ള കാര്യം ഡിസൈനിൽ. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പെർഫോമൻസ് സൈഡാണ്. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 695 എന്ന് പറയുന്ന ആ ഒരു മോഡലാണ് വന്നിരിക്കുന്നത്. നല്ലൊരു പ്രോസസ്സറാണ്, ഒരു മിഡ് റേഞ്ചിൽ നല്ലൊരു പ്രോസസ്സറാണ്. അതുപോലെ 6 നാനോമീറ്റർ ഫാബ്രിക്കേഷൻ വരുന്ന ഒരു ചിപ്സെറ്റാണിത്. പിന്നുള്ളതെന്ന് പറയുന്നത് നമുക്ക് റേഡിയോൺ 690 എന്ന് പറയുന്ന ആ ഒരു മോഡലാണ് ഇതിൻ്റെ ഗ്രാഫിക്സ് വരുന്നത്. അതുപോലെ നമുക്കിതിനകത്ത് റാം വരുന്നത് LPDDR4X ആണ് വരുന്നത്. 4GB ആണ് ബേസ് റാം വരുന്നത്. അവിടെ നമുക്ക് 8GB വരെ എങ്ങാണ്ടാണ് അതിൻ്റെ ഒരു റാം വേരിയൻറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പെർഫോമൻസ് സൈഡിൽ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും ഈ ഒരു മോഡൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചിപ്സെറ്റാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ക്യാമറ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 50 MBയുടെ ഒരു പ്രൈമറി ലെൻസാണ് വരുന്നത്. അതുപോലെ നമുക്കിതിനകത്ത് സെക്കൻഡറി ക്യാമറ എന്ന് പറയുന്നത് 2 MBയുടെ ഒരു മാക്രോ ക്യാമറയാണ് വരുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു ക്യാമറ ഉപയോഗിച്ച് 8x ഡിജിറ്റൽ സൂം ആയിരിക്കും വരുന്നത് ഈ ഒരു ബാക്ക് ക്യാമറയിൽ വരുന്നത്. അതുപോലെ നമ്മുടെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നത് 8 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറയാണ് വരുന്നത്. അതുപോലെ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് ക്യാമറയും അതുപോലെ നമ്മുടെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് 1080p വീഡിയോ ആയിരിക്കും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇതിൽ 4K ഉണ്ടാവില്ല. കാരണം വെച്ചാൽ ചിപ്സെറ്റാണ്, ഒരു ചിപ്സെറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു 1080p വീഡിയോ മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ക്യാമറ സെറ്റപ്പും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ഇതിൻ്റെ സ്റ്റോറേജും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ 64GB ആയിരിക്കും ഇതിൻ്റെ ബേസ് മോഡൽ സ്റ്റോറേജ് വരുന്നത്. അതുപോലെ 256GB ആണ് ഇതിൻ്റെ ഹൈ എൻഡ് സ്റ്റോറേജ് മോഡൽ വരുന്നത്. അതുപോലെ ഇതിൻ്റെ ഒരു സ്റ്റോറേജ് ടൈപ്പ് വരുന്നത് UFS 2.2 ആണ് വരുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഇതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ 5000 mAh ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ബാറ്ററിയാണ് വരുന്നത്. അതുപോലെ ഇത് ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് 80 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുള്ളൊരു അഡാപ്റ്റർ നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. പിന്നെ USB-C ടൈപ്പ് ആയിരിക്കും. ഇനിയിപ്പോൾ അത് പറഞ്ഞില്ലെങ്കിൽ കാര്യമില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ എല്ലാ സ്മാർട്ട് ഫോണുകളുടെയും ചാർജറിൽ C ടൈപ്പാണ് വരുന്നത്. അത് നല്ലൊരു കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇതിലും C ടൈപ്പാണ് വരുന്നത്. അടുത്തായിട്ട് നമ്മൾ ഇതിൻ്റെ നെറ്റ്വർക്കും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമുക്കിനകത്ത് 5G സപ്പോർട്ടുള്ള സ്മാർട്ട് ഫോണാണ്. പക്ഷേ ഇന്ത്യയിൽ ഇപ്പോൾ 5G അവൈലബിൾ അല്ല. അതുപോലെ തന്നെ നമുക്ക് 4G ഉണ്ട്, 3G ഉണ്ട്, 2G ഉണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡ്യുവൽ സിം സപ്പോർട്ടറായുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. പിന്നെ ലൗഡ് സ്പീക്കറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ 3.5mm ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. അതായത് നമുക്ക് ഹെഡ്സെറ്റ് കുത്താനുള്ള പോർട്ട് അവൈലബിൾ ആണ്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് IR ബ്ലാസ്റ്ററും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഗൈസ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ വൈസ് നോക്കാനുള്ളത്. ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതായത് സ്പെസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ പെർഫോമൻസ് സൈഡിൽ നിന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ചിപ്സെറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാണെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻ കാര്യങ്ങൾ മനസ്സിലാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് എൻ്റെ കുറച്ച് ഒപ്പീനിയനാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയാനുള്ളത്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊന്നും പറയാനില്ല. നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഞാൻ പ്രൈസ് പറഞ്ഞില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ റഫ്ലി
ഈ ഒരു പ്രൈസ് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു 13,000 അടുത്തായിരിക്കും ഇതിൻ്റെ ഒരു പ്രൈസ് വരിക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ ഒരു ഡീറ്റെയിൽസിലൂടെ നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് 13,000 അടുത്ത് റേഞ്ച് വരും. എന്നാലും ഒരു 15,000 ആ ഒരു റേഞ്ച് നമുക്ക് ഇന്ത്യയിലേക്ക് വരുമ്പോൾ പ്രതീക്ഷിക്കാം. അതുപോലെ ഈ ഒരു പ്രൈസിൽ അത്യാവശ്യം നമുക്ക് മികച്ച ഒരു എക്സ്പീരിയൻസ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. കാരണം വെച്ചാൽ നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പ്രൈസ് നിങ്ങൾ നോക്കുക, 13,000 അല്ലെങ്കിൽ 15,000 വരുന്നത്. അതിനുള്ളിൽ ഒരു മീഡിയം ഗെയിമിങ് കളിക്കുന്നവർക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നോർമൽ രീതിയിൽ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നവരുണ്ട്, അതായത് ചെറിയ രീതിയിൽ ഗെയിമിങ് കളിക്കുന്നവരുണ്ട്, അതുപോലെ ചെറിയ രീതിയിലുള്ള വീഡിയോസ് എടുക്കുന്നവർ, ഫോട്ടോ ഷൂട്ട് ചെയ്യുന്നവർ, അങ്ങനത്തെ ഉള്ളവർക്കൊക്കെ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു സ്മാർട്ട് ഫോണാണെന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇത് എൻ്റെ മാത്രം ഒരു ഒപ്പീനിയനാണ്. എന്ന് വെച്ചാൽ ഈ ഒരു സ്മാർട്ട് ഫോൺ കൊള്ളില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, ജസ്റ്റ് എൻ്റെ ഒരു ഒപ്പീനിയനാണ് പറയുന്നത്. പിന്നെ നമുക്കിതിനകത്ത് 4K വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അത് നമ്മൾ പറഞ്ഞ കാര്യമില്ല, ആ ഒരു ചിപ്സെറ്റിൻ്റെ ആയതുകൊണ്ടാണ്. ചിപ്സെറ്റ് എത്രമാത്രം ബെറ്റർ ആണോ അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ മാറുന്നത്. അല്ലെങ്കിൽ വീഡിയോ ആയിക്കോട്ടെ, അതുപോലെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, അതൊക്കെ ആ ഒരു ചിപ്സെറ്റിനെ അനുസരിച്ചിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പം നമുക്ക് ഇത്രേ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ, അതിൽ കൂടുതൽ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു IQOOU5 കുറിച്ച് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും മറ്റ് വീഡിയോകളും ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചാനൽ ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കണ്ടുകൊണ്ടുവരാം. എല്ലാവർക്കും ഗുഡ് ബൈ.